നമസ്കാരം. നമ്മളെല്ലാവരും വളരെയധികം ഭയക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ. കാരണം ഈ രോഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സയാണ് നമ്മളെ രോഗത്തെക്കാളേറെ ഭയപ്പെടുത്തുന്നത്. അങ്ങനെയൊന്നും വന്നു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടും എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഇതിന് ഫലപ്രദമായ ചികിത്സ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും അവരെക്കുറിച്ചൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് ധൈര്യമായിട്ട് ചികിത്സിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഈ രോഗം യഥാർത്ഥത്തിൽ ഒരു രോഗമല്ല, ഇതൊരു വലിയ വ്യവസായമാണ്. ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയാണ്. സഹസ്ര കോടിക്കണക്കിന് ഡോളറാണ് ഈ ഒരൊറ്റ രോഗം മൂലം ചിലർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രോഗം തങ്ങൾക്ക് മാത്രം ചികിത്സിക്കാൻ അവകാശപ്പെട്ടതാണ് എന്നുള്ള ധാരണയിലാണ് അലോപ്പതി വൈദ്യശാസ്ത്രം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത്, ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ രോഗം വരാതെ നോക്കുന്നതല്ലേ നമുക്ക് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നതെന്നതിനെക്കുറിച്ച് നമ്മൾ മാധ്യമങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങൾ കിട്ടും. ക്യാൻസർ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ കാരണങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. അതെല്ലാം നമുക്കറിയാവുന്നത് കൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഒരിടത്തും നിങ്ങൾ കാണാൻ സാധ്യതയില്ലാത്ത ഒരു കാരണമാണ് ഞാനിവിടെ പറയുന്നത്. ഇത് എൻ്റെ അനുമാനമല്ല, എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ പഠനം വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഏതാണ്ട് ബോധ്യപ്പെട്ട ഒരു കാരണം തന്നെയാണ്. അതായത് നമ്മൾ കഴിക്കുന്ന, പൊതുവായിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ വളരെ നിർദോഷകരം എന്ന് പറഞ്ഞ് കഴിക്കുന്ന പെയിൻ കില്ലേഴ്സ്, അതായത് പാരസെറ്റമോൾ പോലെയുള്ള വേദനാസംഹാരികൾ, ഇവ ക്യാൻസറിന് കാരണമാകുമോ എന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾ ഗൂഗിളിൽ പാരസെറ്റമോൾ ക്യാൻസർ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടും, ഉണ്ടാക്കില്ല. അങ്ങനെ ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ യാതൊരു വിധമായിട്ടുള്ള പഠന റിപ്പോർട്ടുകളും ഇല്ല. എന്നാൽ നമ്മൾ പാരസെറ്റമോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഒപ്പം ക്യാൻസർ എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഏതാണ് ക്യാൻസർ? ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ സയൻസ് ഒരു ഡെഫിനേഷനെ കൊടുക്കുന്നുണ്ട്. അത് ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അസ്വാഭാവികമായിട്ട് പെരുമാറുന്ന കോശങ്ങൾ. നമ്മുടെ ശരീരം സ്വാഭാവികമായിട്ട് പെരുമാറുമ്പോൾ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അത് അസ്വാഭാവികമായിട്ട് പെരുമാറുമ്പോഴാണ് നമുക്ക് രോഗമുണ്ടാകുന്നത്. ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്വാഭാവികമായിട്ട് പെരുമാറുന്ന, അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമില്ലാത്ത കോശങ്ങളാണ്. ഈ കോശങ്ങളെ നമുക്ക് വേണമെങ്കിൽ വിഷകോശങ്ങൾ എന്ന് വിളിക്കാം. നമ്മുടെ ശരീരത്തിൽ നല്ല കോശങ്ങളുണ്ട്, നല്ല കോശങ്ങളുടെ ഒപ്പം ഉണ്ടാകുന്ന വിഷകോശങ്ങൾ. ഈ വിഷകോശങ്ങളുടെ എണ്ണം അധികരിക്കുമ്പോൾ നമുക്കിത് ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മുടെ സാധാരണ മട്ടിലുള്ള ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഇത്തരത്തിലുള്ള വിഷകോശങ്ങൾ കൂടാൻ തുടങ്ങുമ്പോൾ ആ പർട്ടിക്കുലർ ഭാഗത്ത് നമുക്ക് വേദനയും മറ്റ് പ്രശ്നങ്ങളും, അതനുസരിച്ച് ശരീരത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ നമുക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകും. അപ്പോൾ ഈ വിഷകോശങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? വിഷകോശങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ, ശ്വസിക്കുന്ന വായുവിൽ, കുടിക്കുന്ന വെള്ളത്തിലൊക്കെ മാലിന്യമുണ്ട്, വിഷമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൽ അത് ഇടപെട്ട് അവിടെ വിഷകോശങ്ങളെ ഉണ്ടാക്കും. പക്ഷേ ഇങ്ങനെ വിഷകോശങ്ങളെ നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ ഉണ്ടാക്കുന്ന വിഷകോശങ്ങളെ ശരീരം ഇല്ലാതെയുമാക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ശരീരങ്ങളിൽ എല്ലാ ദിവസവും ക്യാൻസർ കോശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മൾ എല്ലാ ദിവസവും ഉള്ളിലേക്ക് വിഷമെടുക്കുന്നുണ്ട്. ആ വിഷത്തെ ശരീരം കോശങ്ങളുടെ രൂപത്തിലേക്ക് ആക്കി മാറ്റുന്നു. ആ കോശങ്ങൾ ഉണ്ടായി വരുമ്പോൾ അത് വേണ്ടാത്ത കോശങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഇല്ലാതാക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഭക്ഷണത്തിൽ വിഷമടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വിഷത്തിൻ്റെ സ്വാധീനം നമ്മുടെ കോശങ്ങളിലും വരും. അത്തരത്തിലുണ്ടാകുന്ന വിഷസാന്നിധ്യമുള്ള കോശങ്ങളെ ശരീരം തന്നെ അനുദിനം ഇല്ലാതെയാക്കുകയും ചെയ്യും. എന്നാൽ കുറേയേറെക്കാലം ഇത്തരത്തിൽ ശരീരം ചെയ്തുകൊണ്ടിരിക്കുകയും ശരീരത്തിൻ്റെ ശേഷിയും എല്ലാം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ഉണ്ടാകുന്ന വിഷകോശങ്ങളെ ഇല്ലാതാക്കാൻ ശരീരത്തിന് സാധിക്കാതെ വരും. അങ്ങനെ സാധിക്കാതെ വരുമ്പോഴാണ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. എന്നാൽ നിങ്ങളിൽ ചിലരെങ്കിലും ചോദിച്ചേക്കും, കൊച്ചുകുട്ടികൾക്ക് എന്തുകൊണ്ട് ക്യാൻസർ വരുന്നു എന്നുള്ളത്. കൊച്ചുകുട്ടികൾക്ക് ക്യാൻസർ വരുന്നത് അവരുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള വിഷകോശങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ്. അതിൻ്റെ കാരണം ഒരുപക്ഷെ ആ കുഞ്ഞ് ഗർഭാവസ്ഥയിലായിരുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ അമ്മ കഴിച്ചിരുന്ന ഭക്ഷണമോ മരുന്നോ ഈ കുഞ്ഞിൻ്റെ ശരീരത്തെ സ്വാധീനിക്കുകയും ശരീരത്തിൻ്റെ താളം തെറ്റുകയും അത് ജനിച്ച് വീഴുമ്പോൾ തന്നെ ജനിതകമായിട്ടുള്ള ചില പ്രശ്നങ്ങളുമായിട്ട് വീണം
അതിൻ്റെ ശരീരത്തിൽ അത്തരത്തിലുള്ള രോഗാവസ്ഥകൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. അതുകൂടാതെ ആധുനിക കാലത്ത് നിങ്ങൾക്കറിയാം, ഒരു അമ്മ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ പലപ്പോഴും ധാരാളം മരുന്നുകൾ കഴിക്കാറുണ്ട്. കാരണം ഒരു ഗർഭം ഉണ്ടായിക്കഴിഞ്ഞാൽ നേരെ ആശുപത്രിയിലേക്ക് പോകുന്നു, ആശുപത്രി പുള്ളിക്കാരി ഒരു രോഗിയായിട്ട് എൻറോൾ ചെയ്യുന്നു, അതിനുശേഷം അവരുടെ പരിശോധനകൾ നടത്തുന്നു, പല പല കാര്യങ്ങൾ പറഞ്ഞ് പല പല മരുന്നുകൾ കൊടുക്കുന്നു. ഡോക്ടർമാർ മരുന്നുകൾ കൊടുക്കുന്ന നല്ല കാര്യത്തിന് വേണ്ടിയായിരിക്കും, പക്ഷേ മരുന്നുണ്ടാക്കുന്നത് ഡോക്ടർമാരല്ല, മരുന്നുണ്ടാക്കുന്നത് അത് നൽകുന്ന ആശുപത്രിയല്ല. മരുന്ന് എവിടെയോ ആരോ ഉണ്ടാക്കുന്നു. ആ ഉണ്ടാക്കുന്ന മരുന്ന് ഏത് തരത്തിൽ ഉണ്ടാക്കിയതാണെന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. അതുകൂടാതെ നമ്മുടെ രാജ്യത്ത് അംഗീകൃത ഫാർമസികൾ തന്നെ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ നിരന്തരം വാർത്തകളിൽ കാണുന്നുണ്ട്. സർക്കാർ തന്നെ അത്തരത്തിലുള്ള മരുന്നുകൾ പലപ്പോഴും നിരോധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതും കൂടാതെ നമ്മുടെ നാട്ടിൽ അംഗീകാരമൊന്നുമില്ലാത്ത ഫാർമസികൾ മരുന്നുണ്ടാക്കി മെഡിക്കൽ സ്റ്റോറുകൾ വഴി, ആശുപത്രികൾ വഴി വിൽക്കുന്നത് നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ ഒരു ആശുപത്രിയിൽ ഒരു വ്യക്തിക്ക് ഒരു മരുന്ന് കുറിച്ച് കൊടുക്കുമ്പോൾ ആ മരുന്ന് ഒരു അംഗീകൃത ഫാർമസി ഉണ്ടാക്കിയാൽ തന്നെ അത് അതിൻ്റെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ല ഉണ്ടാക്കിയതെങ്കിൽ അവരതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഈ കഴിക്കുന്ന ആൾക്ക് അതുമൂലം പ്രശ്നമുണ്ടാകും. അപ്പോൾ അംഗീകാരമില്ലാത്ത ഫാർമസിയാണ് ഉണ്ടാക്കുന്നതെങ്കിലും. അതുകൂടാതെ മറ്റൊരു അപകടം കൂടിയുണ്ട്. മനഃപൂർവ്വം മരുന്നുകളുടെ ഗുണനിലവാരം നശിപ്പിക്കുക. കാരണം ഫാർമസികൾ പണമുണ്ടാക്കുന്നത് എങ്ങനെയാണ്? മരുന്നുകൾ വിറ്റാണ്. മരുന്നുകൾ വിറ്റ് പോകണമെങ്കിൽ രോഗങ്ങൾ പെരുകണം. രോഗങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ ഫാർമസികളുടെ ലാഭമിടിയും, അവരുടെ കച്ചവടം കുറയും, അവസാനം അവരുടെ സ്ഥാപനം പൂട്ടിപ്പോകും. അപ്പോൾ മരുന്നുണ്ടാക്കുന്ന ഒരു ഫാർമസി ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു അവസ്ഥ ആഗ്രഹിക്കുമോ? ഒരിക്കലും ആഗ്രഹിക്കില്ല. അവരാഗ്രഹിക്കുന്നത് രോഗങ്ങൾ മാറാതെ നിൽക്കണം, രോഗങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കണമെന്ന് തന്നെയാണ്. അതിനുള്ള ടൂൾ അവരുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം. കാരണം അവർ കൊടുക്കുന്ന മരുന്നുകളിലൂടെ തന്നെ അവർക്ക് രോഗങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. നമ്മൾ ആധുനിക കാലത്ത് വൈദ്യശാസ്ത്രം ഇത്രയൊക്കെ വളർന്നിട്ടും, ആശുപത്രികൾ കൂടിയിട്ടും, ഡോക്ടർമാർ വരികയിട്ടും രോഗികൾ അതിനേക്കാൾ ഏറെ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് വല്ലപ്പോഴും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാകുന്നതിൻ്റെ കാരണമാണ് ഈ പറഞ്ഞത്. ഒപ്പം തന്നെ ഈ കുഞ്ഞുങ്ങൾ ജനിച്ചു വീണ് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കുത്തിവെപ്പുകളുണ്ട്. കുത്തിവെപ്പുകൾ മൂലം ആ കുട്ടിയുടെ ശരീരത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ വരാൻ ഈ വക കാരണങ്ങളാണ്. അമ്മ ഗർഭാവസ്ഥയിൽ കഴിക്കുന്ന ഭക്ഷണം, എടുക്കുന്ന മരുന്ന്, കുഞ്ഞ് ജനിച്ച ശേഷം അതിന് കൊടുക്കുന്ന കുത്തിവെപ്പുകൾ, മരുന്നുകൾ, ഇതെല്ലാം തന്നെ ശരീരത്തിൻ്റെ സ്വാഭാവികതയെ താളം തെറ്റിച്ചിട്ട് പ്രശ്നമുണ്ടാക്കാം. അപ്പോൾ നമ്മൾ സാധാരണ മട്ടിൽ പ്രായമുള്ള ആൾക്കാരുടെ കാര്യമെടുക്കുമ്പോൾ ഞാനീ പറഞ്ഞതുപോലെ ശരീരത്തിന് സ്വയം ഈ വിഷകോശങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എത്തുമ്പോഴാണ് ഇവ പെരുകുന്നതും നമുക്ക് പ്രശ്നമായിട്ട് മാറുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ശരീരത്തിന് ഈ കഴിവ് നഷ്ടപ്പെടുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത്. ഇതിൽ മറ്റ് പലതിനും പങ്കുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൽ പാരസെറ്റമോൾ പോലെയുള്ള ഗുളികകൾക്ക് പങ്കുണ്ടോ എന്നതാണ് ചോദ്യം. ഡെഫിനറ്റായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. എങ്ങനെയാണ് പാരസെറ്റമോൾ പ്രവർത്തിക്കുന്നത്? പാരസെറ്റമോൾ നമ്മൾ ഉപയോഗിക്കുന്നത് പൊതുവിൽ 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ശരീരവേദന മാറ്റാൻ വേണ്ടി, തലവേദനയോ മറ്റേതെങ്കിലും തരത്തിലുള്ള വേദന ഉണ്ടാകുമ്പോൾ നമ്മൾ പാരസെറ്റമോൾ കഴിക്കുന്നു, അത് മാറുന്നു. 2, പനി വരുമ്പോൾ നമ്മൾ പാരസെറ്റമോൾ കഴിക്കും. യഥാർത്ഥത്തിൽ പാരസെറ്റമോൾ ഒരു ഔഷധമേ അല്ല. പാരസെറ്റമോൾ ഈസ് നെവർ എവർ എ മെഡിസിൻ. പാരസെറ്റമോൾ എങ്ങനെയാണ് വേദന മാറ്റുന്നത്? ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു വേദന ഉണ്ടാകുന്നതിന് എന്തെങ്കിലും ഒരു കാരണം കാണും. ഉദാഹരണത്തിന് തലവേദന എടുക്കാം. തലവേദന എന്തുകൊണ്ടാണ് നമുക്കുണ്ടാകുന്നത്? പല കാരണങ്ങളും ഉണ്ടാവാം. ഇപ്പോൾ നിങ്ങൾ തലേ രാത്രിയിൽ കഴിച്ച ആഹാരം ശരിയല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദന ഉണ്ടാകാം. തലേ രാത്രിയിൽ നിങ്ങൾ വൈകിയാണ് ഉറങ്ങിയത്, സിനിമ കണ്ടിരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നു, ഉറങ്ങാൻ വൈകി, രാവിലെ നേരത്തെ എഴുന്നേറ്റു, തലവേദന ഉണ്ടാകാം. കുറേയേറെ നേരം നമ്മൾ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ മൊബൈലോ നോക്കിയിരുന്നു കഴിഞ്ഞാൽ കണ്ണുകൾക്ക് സ്ട്രെയിൻ ഉണ്ടാവും, തലവേദന ഉണ്ടാകാം. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ട് ആണ് നമുക്ക് പലപ്പോഴും തലവേദന ഉണ്ടാകുന്നത്. അപ്പോൾ തലവേദന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രോഗമാണ്? ഒരിക്കലും ഒരു രോഗമല്ല. ശരീരം നമുക്ക് തരുന്ന ഒരു ഇൻഡിക്കേഷനാണ്. നീ ഇപ്പോൾ ജോലി ചെയ്യണ്ട, പോയി റെസ്റ്റ് എടുക്കുക. അതാണ് അതിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തലവേദന വരുമ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും ജോലി ചെയ്യാൻ പ്രയാസമാണ്. ആ സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കാൻ ശരീരം ആവശ്യപ്പെടുകയാണ്. കാരണം ഈ തലവേദന നമുക്ക് തന്നിരിക്കുന്നത് ശരീരത്തിൻ്റെ ഓവറായിട്ടുള്ള സ്ട്രെസ്സ് സ്വയം കുറയ്ക്കാനായിട്ട് ശരീരം നമുക്ക് തരുന്ന ഒരു പനിഷ്മെൻറ്റാണ്. അപ്പോൾ നമ്മളതനുസരിച്ചിട്ട് തലവേദനയാണെന്ന് പറഞ്ഞ് നമ്മൾ പോയി റെസ്റ്റ് എടുക്കുക, കുറേ നേരം ഒന്ന് കിടന്നു, ഒന്ന് മയങ്ങി ഒക്കെ എഴുന്നേറ്റ് മുഖമൊക്കെ ഒന്ന് കഴുകിക്കഴിഞ്ഞാൽ തലവേദന അങ്ങ് മാറും. സാധാരണ മട്ടിലുള്ള തലവേദനയെല്ലാം അപ്പോൾ തന്നെ മാറും. നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ തലവേദന വരുമ്പോൾ തന്നെ ഓടിച്ചെന്ന് പാരസെറ്റമോൾ എടുത്ത് കഴിക്കും. പാരസെറ്റമോൾ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഈ തലവേദന ഉണ്ടായ ആ സ്ട്രെസ്സ് അതിനെയാണോ പരിഹരിക്കുന്നത്? ഒരിക്കലുമല്ല. പാരസെറ്റമോൾ ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്ന സിഗ്നലുകൾ, വേദനയുടെ സിഗ്നലുകൾ
ശരീരം വേദനയുടെ സിഗ്നലുകൾ തലച്ചോറിലേക്ക് വിട്ടിട്ട് നമ്മളെ റിമൈൻഡ് ചെയ്യുകയാണ്, നീ ഓവർ സ്ട്രെസ്ഡ് ആണ്, നീ ഇനി ജോലി ചെയ്യാൻ പാടില്ല, നീ ഇപ്പോൾ റെസ്റ്റ് എടുക്കണം. നമ്മൾ അത് അവഗണിച്ചിട്ട് ഒരു പാരസെറ്റമോൾ എടുത്ത് കഴിക്കുന്നു, അല്ലെങ്കിൽ 2 എണ്ണം കഴിക്കുന്നു. കഴിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റുന്നു? വേദന പോകുന്നു. എങ്ങനെയാണ് വേദന പോകുന്നത്? ഈ സിഗ്നലിനെ പാരസെറ്റമോൾ കട്ട് ചെയ്യുകയാണ്. തലച്ചോറിലോട്ട് പോകുന്ന സിഗ്നലിനെ പുള്ളിക്കാരൻ ചെന്ന് വഴിയിലങ്ങ് തടയും. എങ്ങോട്ടാണ്? തലച്ചോറിലോട്ട് പോകണം, അവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാൽ ഇപ്പം പോകണ്ട, നീ ഇവിടെ നിന്നാൽ മതി എന്നും പറഞ്ഞ് അവനെ അവിടെ തടഞ്ഞു നിർത്തുന്നു. നമുക്ക് വേദന ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ശരീരത്തിൻ്റെ ആ സ്ട്രെസ്സ് നമ്മളൊരു വിശ്രമത്തിലൂടെ മാറ്റാതെ വരുമ്പോൾ ആ സ്ട്രെസ് അവിടെ നിൽക്കുകയും ശരീരത്തിൻ്റെ താളം തെറ്റുകയും ചെയ്യുന്നു. ശരീരത്തിൻ്റെ താളം തെറ്റുന്നത് സത്യം പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ അറിയത്തില്ല, അത് മെല്ലെ മെല്ലെ മാത്രമേ നമ്മൾ അറിയുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു തെറ്റായ രീതിയിലാണ് പാരസെറ്റമോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേദനയെ ഇല്ലാതാക്കുന്നത്. അതാ കാരണം ഇല്ലാതാക്കുന്നില്ല, വേദന നമ്മളെ അറിയിക്കാതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ വാർത്ത ഒരാൾ ഓടി നമ്മളോട് പറയാൻ വരികയാണ്. അപ്പോൾ വേറൊരുത്തൻ കണ്ടിട്ട് പറഞ്ഞു, എവിടെ പോവാണ്? അത് ഇന്നാര് മരിച്ചുപോയി, ഞാൻ പറയാൻ വേണ്ടി പോവാണ്. വേണ്ട, പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമമാകും. അങ്ങനെ അയാൾ നമ്മളോടത് പറയുന്നില്ല. അയാൾ നമ്മളോടത് പറയാതിരുന്നത് കൊണ്ട് ആ സംഭവം ഇല്ലാതാകുന്നുണ്ടോ? എന്നാൽ ശരീരത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഇതുപോലെയൊന്നല്ല. ഇതൊരു വിവരം അറിഞ്ഞു, പിന്നീട് അറിഞ്ഞാലും നമുക്ക് ഒരുപോലെ ഉള്ളെങ്കിൽ പോലും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിനൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഈ വേദന ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രശ്നത്തിനെ പരിഹരിക്കാനായിട്ടാണ് നമുക്ക് റെസ്റ്റ് ഉപദേശിക്കുന്നത്. പോയി റെസ്റ്റ് എടുക്കുക, റെസ്റ്റ് എടുത്താൽ മതി, വേറൊന്നും ചെയ്യേണ്ട. നമ്മൾ പോയി റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് മറ്റു കാര്യങ്ങൾക്കൊന്നും പോകാതെ ഒരു പൂർണ്ണ വിശ്രമം കൊടുക്കുമ്പോൾ അത് മാറിപ്പോകും. എന്നാൽ നമ്മൾ അത് ചെയ്യാതെ നമ്മൾ ഗുളിക എടുത്ത് കഴിക്കുമ്പോൾ ഗുളിക തെറ്റായ രീതിയിൽ ചെന്ന് പ്രവർത്തിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ താളം തെറ്റിക്കുകയാണ്. 2, പനി എങ്ങനെയാണ് പാരസെറ്റമോൾ ഇല്ലാതാക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ പനി ഉണ്ടാകുമ്പോൾ ശരീരത്തിൻ്റെ ചൂട് കൂടാറുണ്ട്. പൈറജൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ ചൂട് കൂട്ടുന്നത്. മെഡിക്കൽ സയൻസ് പറയുന്നത് ശരീരം ചൂട് കൂട്ടുന്നത് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന ഏതെങ്കിലും വൈറസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. അതായത് അവർ പറയുന്നത് ഏതെങ്കിലും ഒരു വൈറസ്, അവർക്കെല്ലാം വൈറസ് തിയറിയാണുള്ളത്. ഒരു വൈറസ് ശരീരത്തിൽ കയറുമ്പോഴാണ് നമുക്ക് ഈ പനി ഉണ്ടാകുന്നത്. ആ പനി ഇല്ലാതാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ വൈറസിനെ നിർവീര്യമാക്കാൻ വേണ്ടിയാണ് ശരീരം അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുന്നത്. ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ആ വൈറസിനെ ശരീരം ഇല്ലാതാക്കുന്നു. ഈ വൈറസ് എന്ന് പറയുന്ന സ്ഥാനത്ത് ഞാൻ ഉപയോഗിക്കുന്ന എപ്പോഴും ടോക്സിൻ എന്നാണ്. അതായത് വിഷം. നമ്മുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും രൂപത്തിൽ ഒരു ടോക്സിൻ കയറുമ്പോൾ ഈ ടോക്സിനെ ഇല്ലാതാക്കാൻ ശരീരം നടത്തുന്ന ഒരു ശ്രമമാണ് ഈ ചൂട് കൂട്ടൽ. അങ്ങനെ പൈറജൻസ് ചൂട് കൂട്ടിയിട്ട് ശരീരത്തിലേക്ക് വന്ന ആ ടോക്സിനെ ഇല്ലാതാക്കി നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് പാരസെറ്റമോൾ എടുത്ത് കഴിക്കുകയാണ്. പാരസെറ്റമോൾ ഗുളിക നേരെ ബാധിക്കുന്നത് ഹൈപ്പോതലാമസിനെയാണ്. തലച്ചോറിൽ നമ്മുടെ ചൂട് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ട്, അതിനെയാണ് നമ്മൾ ഹൈപ്പോതലാമസ് എന്ന് വിളിക്കുന്നത്. ആ ഹൈപ്പോതലാമസിനെ കയറി ബാധിച്ചിട്ട് പെട്ടെന്ന് ചൂട് താഴോട്ട് കൊണ്ടുവരും. അങ്ങനെ ചൂട് താഴോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ മെഡിക്കൽ സയൻസ് പറയുന്ന പോലെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയതൊരു വൈറസ് ആണെന്നുണ്ടെങ്കിൽ ആ വൈറസ് രക്ഷപ്പെടുന്നു. വൈറസ് ഡാൻസ് കളിക്കും. വൈറസ് ശരീരം ചൂട് കൂട്ടി ചാവാൻ വേണ്ടി ഞെളിപിരി കൊള്ളുമ്പോഴാണ് നേരെ പാരസെറ്റമോൾ എണ്ണം ചെന്നിട്ട് പേടിക്കേണ്ട ഒരാളിയാ ഞാനിവിടെ ഉണ്ട്, ഞാൻ ഏറ്റുന്നു. പുള്ളിക്കാരൻ അങ്ങോട്ട് ചെന്നിട്ട് നേരെ ചൂടം കുറയ്ക്കും. ചൂട് കുറയ്ക്കുമ്പോൾ വൈറസ് രക്ഷപ്പെട്ടിട്ട് വൈറസ് പിന്നെ അവൻ്റെ ഇഷ്ടം പോലെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അത് അവിടെ തന്നെ കിടന്ന് അത് ശരീരത്തിൽ സ്ഥിരതാമസമാക്കും. ഇങ്ങനെ നമുക്ക് ഓരോ തവണ പനി വരുമ്പോഴും നമ്മൾ പാരസെറ്റമോൾ കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വന്ന ഈ ടോക്സിൻ പുറത്തു പോകാതെ ഉള്ളിൽ തന്നെ കിടക്കുകയും ഇതിനെ പുറന്തള്ളാൻ സാധിക്കാതെ ശരീരം വിഷമിക്കുകയും ചെയ്യും. കാരണം ശരീരത്തിൻ്റെ പ്രവർത്തനമായിരുന്നു ചൂട് കൂട്ടി അതിനെ നശിപ്പിക്കുക എന്നുള്ളത്. എന്നാൽ നമ്മളതിനെ അനുവദിച്ചില്ല. നമ്മൾ ഈ പാരസെറ്റമോൾ കഴിച്ചിട്ട് അതിനെ സമ്മതിച്ചില്ല. അതുകൊണ്ട് അത് അവിടെ തന്നെ കിടക്കുന്നു. ഇങ്ങനെ നിങ്ങൾ വർഷങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ടോക്സിനുകളെ ശരീരം തന്നെ നിർവീര്യമാകാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടഞ്ഞ് നിർത്തുമ്പോൾ ഈ ടോക്സിനുകൾ നിങ്ങളുടെ ശരീരത്തിൽ സ്ഥിരവാസമാക്കും. ഈ ടോക്സിനുകളുടെ സ്വാധീനം മൂലം നമ്മുടെ ശരീരത്തിൽ അസ്വാഭാവിക കോശങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നിസ്സംശയം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കാരണം ഇത് പുറത്തു പോകേണ്ടതായിരുന്നു, നശിക്കേണ്ടതായിരുന്നു, അത് പോയില്ല. നമുക്ക് വളരെയധികം അനിവാര്യമായ ഒരു കാര്യമാണ് ശുദ്ധീകരണം. അതായത് ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു പോകാനുള്ളത് മലമായിട്ടും മൂത്രമായിട്ടും തുപ്പലായിട്ടും മൂക്കളയായിട്ടും വിയർപ്പായിട്ടും ഒക്കെ പോകേണ്ടതാണ്. അങ്ങനെ പോയെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം എപ്പോഴും പ്യുവറായിട്ടിരിക്കുകയുള്ളൂ. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ശരീരത്തിൻ്റെ ഈ സ്വാഭാവികമായിട്ടുള്ള ഈ ശുചീകരണത്തെ പലപ്പോഴും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ശരീരത്തിൽ സംഭവിച്ച ആ പനിയെ പാരസെറ്റമോൾ ഇൻ്ററപ്റ്റ് ചെയ്യുമ്പോൾ കൊല്ലപ്പെടേണ്ട വൈറസ് അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടേണ്ട ടോക്സിൻ നശിപ്പിക്കപ്പെടാതെ അവിടെ തന്നെ നിലനിൽക്കുന്നു. അത് പിന്നീട് ഭാവിയിൽ നമ്മുടെ ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിലേക്ക് ഡെഫിനറ്റായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി മൂന്നാമത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം,
പാരസെറ്റമോൾ കരളിനെ ബാധിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാരസെറ്റമോൾ അനുവദനീയമായ അളവിലാണ് കഴിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഡോസ് കൂടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് കരളിനെ അത് ബാധിക്കുമെന്നാണ് പറയുന്നത്. ഈ അനുവദനീയമായ അളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വിഷമാണ് സാധനം, പക്ഷേ അത് നിങ്ങൾ അല്പമാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങളത് അറിയത്തില്ല. അത് ആ സമയത്ത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. ഒരല്പം വിഷമല്ലേ ഉള്ളൂ, അത് ആ സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടാക്കത്തില്ല. പക്ഷേ നിങ്ങൾ 4 അത്തരത്തിലുള്ള ഗുളികകൾ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 6 എണ്ണം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കരളിന് പ്രശ്നമുണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൂടുതൽ ഡോസ് കഴിച്ചു കഴിഞ്ഞാൽ കരളിന് പ്രശ്നമുണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നുണ്ടാകുന്ന കാര്യമാണ്. കുറഞ്ഞ ഡോസിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്നുണ്ടാകില്ല, ഗ്രാജുവലായിട്ട് മാത്രമേ ഉണ്ടാകൂ. പെട്ടെന്നുണ്ടാകാത്തത് കൊണ്ടാണ് ചെറിയ ഡോസ് കുഴപ്പമില്ല എന്ന് പറയുന്നത്. പക്ഷേ അത് വിഷം തന്നെയാണ്. അത് വിഷം തന്നെയാണ്. ഒരു വ്യക്തി നല്ല മനസ്സോടെ ഇരിക്കുകയാണ്, അയാളുടെ അടുക്കൽ ചെന്ന് ഒരു തെറ്റായിട്ടുള്ള കാര്യം, അയാളുടെ മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ ആ സമയത്തേക്ക് അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. പക്ഷേ കുറേശ്ശെ അയാളുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുമ്പോൾ അത് അയാളുടെ മനസ്സിൽ ഒരു അഗ്നികുണ്ഡമായിട്ട് മാറുന്നത് പോലെ കുറേശ്ശെ ചെല്ലുന്ന ഈ വിഷം കരളിനെ മെല്ലെ മെല്ലെ നശിപ്പിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരളിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ കരുത്ത് കുറേശ്ശെ പാരസെറ്റമോൾ നഷ്ടപ്പെടുത്തും. അങ്ങനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും? കരൾ നല്ല കരുത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. എന്നാൽ കരളിൻ്റെ പ്രവർത്തനം മെല്ലെ തടസ്സപ്പെടാൻ തുടങ്ങിയാൽ നമ്മുടെ ശരീരത്തിൽ നിരവധി രോഗങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. കരളിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 500-ലധികം ഉണ്ടെന്നാണ് പറയുന്നത്. 500-ലധികം ജോലി ചെയ്യുന്ന ഒരു അവയവമാണ് നമ്മുടെ കരൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മെറ്റാബോളിസം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഡീടോക്സിഫിക്കേഷൻ. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന ഇമ്പ്യൂരിറ്റീസിനെ മൊത്തം പുറത്തു കളയുന്ന ജോലി കരളിൻ്റേതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും കുടിക്കുന്ന വെള്ളത്തിലൂടെയും ഒക്കെ നമ്മുടെ അകത്തേക്ക് ചെല്ലുന്ന ഏത് തരം വിഷവും ശുദ്ധീകരിച്ച് പുറത്ത് കളയേണ്ടത് കരളാണ്. അങ്ങനെ ശുദ്ധീകരിച്ച് പുറത്ത് കളയാൻ കരളിന് സാധിക്കാതെ വന്നാൽ ഈ വിഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ തങ്ങി നിൽക്കും. ഇങ്ങനെ തങ്ങി നിൽക്കുന്ന വിഷത്തെ പുറത്ത് കളയാൻ പറ്റാതെ വരുമ്പോൾ, കാരണം കരൾ ദുർബലപ്പെട്ട് കഴിഞ്ഞാൽ കരളിന് ഈ ശുചീകരണം നടത്താൻ പ്രയാസമാണ്. ഇതുമൂലം മെല്ലെ കരളിൻ്റെ ആരോഗ്യം നശിച്ചിട്ട് കരളിന് ഈ ശുദ്ധീകരണം നടത്താൻ പറ്റാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ടോക്സിനുകൾ നമ്മുടെ ശരീരത്തിൽ കൂടാൻ തുടങ്ങും. ഇങ്ങനെ കൂടുന്ന ടോക്സിനുകളെ ശരീരം എന്ത് ചെയ്യും? അത് രക്തത്തിൽ കിടന്ന് കറങ്ങേണ്ട സാധനമല്ല എന്ന് മനസ്സിലാക്കി അതിനെ അവിടെ നിന്നും വേർതിരിച്ച് ഏതെങ്കിലുമൊക്കെ പറ്റുന്ന സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും. ഇത്തരം ഡിപ്പോസിറ്റുകളാണ് പിന്നീട് ട്യൂമർ, ക്യാൻസർ എന്ന പേരിൽ നമ്മൾ അറിയുന്നത്. യഥാർത്ഥത്തിൽ ശരീരം നടത്തുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയ തന്നെയാണ്. ഇതിനെ പുറന്തള്ളാൻ ശരീരത്തിന് സാധിക്കുന്നില്ല. സ്വയം പുറത്ത് കളയാൻ ശരീരത്തിന് സാധിക്കാതെ വരുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള സാധനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ശരീരം ഡിപ്പോസിറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സാധനം ആ ഇരിക്കുന്ന സ്ഥലം അനുസരിച്ച് നമുക്ക് പ്രശ്നമുണ്ടാകും. ഇപ്പോൾ തൊണ്ടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ടായി, പാൻക്രിയാസിൽ വന്നാൽ അവിടെ പ്രശ്നമുണ്ടായി, ലിവറിൽ തന്നെ വന്നാൽ അവിടെ പ്രശ്നമുണ്ടായി, എവിടെ വരുന്നോ അവിടെ പ്രശ്നമാണ്, കാലിൽ വന്നാൽ അവിടെ പ്രശ്നമായി, ആമാശയത്തിൽ വന്നാൽ അവിടെ പ്രശ്നമായി. അപ്പോൾ ഏത് ഭാഗത്താണോ ശരീരം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതനുസരിച്ചാണ് നമുക്ക് പ്രശ്നമുണ്ടാകുന്നത്. ശരിക്കും ഈ വിഷവസ്തുക്കളെ രക്തത്തിൽ കലർത്താതെ മാറ്റിവെക്കുന്ന കാര്യമാണ് ശരീരം ചെയ്യുന്നത്. കാരണം ശരീരത്തിന് അതിനെ ശുദ്ധീകരിച്ച് പുറത്തു കളയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിർവീര്യമാക്കാൻ പറ്റുന്നില്ല. കാരണം ദീർഘകാലമായിട്ടുള്ള മെഡിസിൻ ഉപയോഗം കൊണ്ട് നമ്മുടെ കരളിന് ദൗർബല്യമുണ്ടായിട്ട് കരൾ കരുത്തോടെ പ്രവർത്തിക്കാതെ വരുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇങ്ങനെ 3 തരത്തിൽ നമ്മുടെ ശരീരത്തെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വിഷങ്ങൾ അടിഞ്ഞുകൂടാൻ ഈ പാരസെറ്റമോൾ കാരണമാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗുളിക നമ്മൾ ഇത് ചെയ്യുന്ന ഈ പാതകം തിരിച്ചറിയാതെ താൽക്കാലികമായിട്ടുണ്ടാകുന്ന ഒരു വേദന മാറാൻ വേണ്ടി ഇങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ ക്യാൻസർ മാത്രമല്ല വേറെ ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. കരളിൻ്റെ പ്രശ്നങ്ങളും കിഡ്നി പ്രശ്നങ്ങളും മറ്റ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരൊറ്റ ഗുളിക മൂലം നമുക്കുണ്ടാകും. അതുകൊണ്ട് പാരസെറ്റമോൾ എന്ന് പറയുന്ന ഗുളിക യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാനീ പറഞ്ഞത് നിങ്ങൾ സ്വയം ഒന്ന് വെരിഫൈ ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ഡോക്ടർമാരോട് തന്നെ ചോദിച്ച് അത് മനസ്സിലാക്കി അത് നമുക്ക് ഡേഞ്ചറാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉപയോഗം നിയന്ത്രിക്കാം. ഞാൻ നിങ്ങളോട് പാരസെറ്റമോൾ കഴിക്കണ്ട എന്ന് പറയില്ല, കാരണം എനിക്ക് എൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇതാണ്, നിങ്ങളിപ്പോൾ വരുന്ന ഈ തലവേദന, ആ തലവേദന മാറ്റാൻ വേണ്ടി പാരസെറ്റമോൾ കഴിക്കുന്നതിന് പകരം നിങ്ങൾ ആ തലവേദനയുടെ കാരണം എന്താണെന്ന് ആലോചിച്ച് മനസ്സിലാക്കി ആ സാഹചര്യം ഒഴിവാക്കുകയും അഥവാ തലവേദന വന്നു കഴിഞ്ഞാൽ വിശ്രമിച്ച് അത് മാറ്റുകയും ചെയ്താൽ നിങ്ങൾക്ക് പാരസെറ്റമോളിൻ്റെ ആവശ്യം വരുന്നില്ല. നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രശ്നം അവിടെ തന്നെ പരിഹരിക്കപ്പെടും. ഒരു പനി വരുമ്പോൾ ശരീരത്തിൽ പനി ഉണ്ടാകുന്നത്, ശരീരം ബോഡിയുടെ ടെമ്പറേച്ചർ കൂട്ടുന്നത് മെഡിക്കൽ സയൻസ് തന്നെ പറയുന്നത് പോലെ ഉള്ളിലേക്ക് വന്ന വിഷമോ വൈറസോ
അതില്ലാതാക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അതൊരു ചികിത്സയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ തടസ്സപ്പെടുത്താതിരിക്കുക. ഇങ്ങനെ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ സ്വയം ശുദ്ധീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും ശരീരം നടത്തുന്ന ചികിത്സയെക്കുറിച്ചുമൊക്കെ ഒന്ന് മനസ്സിലാക്കി ശരീരത്തെ അല്പസ്വല്പം ഒന്ന് സഹായിച്ചു കൊടുത്തുകൊണ്ട് ജീവിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് രോഗത്തിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ എന്തു വന്നാലും മരുന്ന് കഴിച്ചാൽ മതി, എന്തു വന്നാലും ഗുളിക കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഗുണം നമുക്കല്ല, ഗുണം ചികിത്സ വിൽക്കുന്നവർക്കാണ്, മരുന്ന് വിൽക്കുന്നവർക്കാണ്. അതുകൊണ്ട് പാരസെറ്റമോൾ കഴിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് ഏതാണോ ശരി, ഏതാണോ നല്ലത്, നിങ്ങൾക്ക് തോന്നുന്നത് പോലെ തീരുമാനിക്കാം. താങ്ക് യു.